പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ ഒരു കേസിൽ കൊടുക്കുന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയുന്നത് ഞാൻ അത് ചില ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എൻ്റെ ഒരു വിശ്വാസം, തെളിവുണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ സീനിയർ ഉദ്യോഗസ്ഥ ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, താങ്കളുടെ കക്ഷിക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും അതെല്ലാം ജഡ്ജ്മെന്റ് കണ്ടു പറയാം. ജഡ്ജ്മെന്റ് നിങ്ങൾ ആലോചിക്കുക, ഒരു കേസിന്റെ അന്വേഷണം കഴിച്ച് വിസ്താരം 200 സാക്ഷി വിസ്തരിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക, ക്രൈം നമ്പർ 6 എന്ന് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ ഗൂഢാലോചന ഒരു കാര്യമില്ല ഒരു കേസ് കൊണ്ടുപോകും. ഒരു കാര്യം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തെളിവിനൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് ഒരു റിക്കവറി നടത്തിയേ ഒക്കത്തുള്ളൂ. റിക്കവറി നടത്താൻ പ്രത്യേക കസ്റ്റഡി എടുക്കണം. അതിനുവേണ്ടി ദിലീപിൻ്റെ പ്രായമായ അമ്മയെ വെച്ച് ബാക്കി എല്ലാവരെയും പ്രതിയെ കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്തു. ഇപ്പം ഇല്ല, 3 കൊല്ലം കഴിഞ്ഞു. ഒരു അന്തിമ റിപ്പോർട്ടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് ബൈജെ പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു, ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തത്. പക്ഷെ ഹാജരാക്കിയില്ല. അതിനുവേണ്ടി മാത്രം കേസുണ്ടാക്കി. ഒന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെയാണ് നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ